എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ ആയതാണ്. അതായത് ഒരു 2 വീക്സ് 3 വീക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് പൊടിയും പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടത്. എന്നാൽ പിന്നെ വിചാരിച്ച് അപ്ലോഡ് ചെയ്ത് കളയാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറിയയിൽ ഡിസംബർ ജനുവരി മന്തിൽ ഇവിടെ ഒരു ലാൻഡ്രീം ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണിത്. രാവിലെ തന്നെ ഞാൻ എണീച്ച് റെഡി ആയിട്ടുണ്ട്. കുങ്ങിയായിട്ട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. കുങ്ങിയെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ തോന്നിയില്ലേ കുങ്ങി? എനിക്കും പെട്ടെന്ന് കുങ്ങി മിസ് ചെയ്തു. പക്ഷേ കുങ്ങി ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ല. ഉമ്മയുടെ അബൂജിയുടെയും കൂടെ തേജോണിലാണ്. അപ്പോൾ അവർ വീക്കെൻഡിൽ വരുന്ന സമയത്തെ അവനിങ്ങ് കൊണ്ടുവരത്തുള്ളൂ. അപ്പം ഞാനും കുഞ്ഞിയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് ലാൻഡ്രീം ഫെസ്റ്റിവൽ കാണാൻ പോയ ദിവസം രാവിലെ ഒരു മാസ്ക് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൊറിയൻ മാസ്ക് പാക്കാണ്. ഇത് റിസൾട്ടൊന്നും എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ചൊറിയങ്ങാനും പിടിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ഈ മാസ്കിൽ യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഹെയർ സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യാതെ വെറുതെ കളയുന്ന ഒരു വേസ്റ്റായിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സോളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ലാൻഡ്രീം ഫെസ്റ്റിവൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിസംബർ എത്ര തൊട്ടോ ജനുവരി 5 6 വരെ എങ്ങാണ്ടേ ഉള്ളുമായിരുന്നു ഈ ലാൻഡ്രീം ഫെസ്റ്റിവൽ. അപ്പോൾ ഞാൻ ആ ടൈമിൽ പോയി എടുത്തതാണ്. പക്ഷേ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ടൈമിൽ പനി പിടിച്ചു. പിന്നെ ഭയങ്കര ബിസി ആയിപ്പോയത് കാരണം വീട്ടിലോട്ട് വരാനുള്ള പ്രിപ്പറേഷൻ കാരണം എനിക്കിതങ്ങ് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ കാണാം. ഇനി ഇതിൽ വീഡിയോയിൽ സംഭാഷണം ഒന്നുമില്ല, ഒറിജിനൽ വോയിസ് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. 일로 와봐. 응, 맞아. 근데 밑에 그냥 이렇게 푸시면 되는 거고. 더 어둡게 하니까 잘 닮는다, 그치? 더 어둡게 하니까 빛이 그치? 요새 그 왕궁에 들어가는 퍼레이드 알지?
ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ അറിഞ്ഞൂടാത്ത ഞാനും ഒപ്പായും ദാ നിന്ന് വായും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടായി എങ്ങനെയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ഞാനാണെന്നുണ്ടെങ്കിൽ ക്യാമറയിലോട്ട് നോക്കത്തേ ഇല്ല, എങ്ങോട്ടെങ്കിലുമൊക്കെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഞാനും ഒപ്പാടെ 2 സെൽഫിയൊക്കെ എടുത്തു. 어? 그 말뚝박기라고 오빠 중학교 때도 요거 하고 놀았어. 이렇게 처음에 하면 이렇게 점프해서 이렇게 위로 캉 찍어가서 막 이렇게 쏘트린 거거든. 만약에 혹시 저거. 오케이, 뒤돌아. 나 라면. 어우 씨. 농식거지. 노그레트 농심까지. 다 농식거지. 이거 좀 공식한 거 아니야? 그치? 배운동. 신라면. 여기 왜 이렇게 빛이 번져서 이렇게. 위에서 나왔어? 이렇게 됐고. 여기까지인가 봐.
അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഒപ്പാക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒപ്പ ബാത്റൂമിൽ പോയ സമയത്ത് ഇത് നോക്കിയേ, നമുക്ക് പോകാനുള്ള ബസ്സായിരുന്നു, അത് മിസ്സായി. ഇപ്പം എന്താ ചെയ്യുക? പെട്ടെന്ന് അതിൽ കയറി പോകാനുള്ളായിരുന്നേ. അങ്ങനെ ഒപ്പഹായ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒപ്പ ഇവിടെ വന്ന് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ കാണാൻ നെക്സ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഒപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതി നടക്കുവാണ്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒപ്പ താമസിച്ചത് കാരണമാണ് ബസ് പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുത്തി പറയും. അതുകൊണ്ട് ഒപ്പ എൻ്റെ മുഖത്ത് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു മാറി നടക്കുക. 오빠 때문에 버스 놓쳤어. 오빠 오줌 때문에. ഇവിടെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂട്ടുണ്ട്. റൂട്ടെന്ന് പറഞ്ഞാൽ റോഡിൽ ഒരു ലൈനിൽ നമുക്ക് ബസ്സിന് മാത്രം പോകാനുള്ള ലൈനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ട്രാഫിക് ജാമൊന്നും ഇല്ലാതെ പോകാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണാം രാത്രി 24 hours ഓപ്പൺ ആയിട്ടിരിക്കുന്ന കിംബപ്പ്, അതേപോലെ തന്നെ തൊപ്പോക്കി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുള്ള ഒരു ചെറിയൊരു കട. നമ്മുടെ നാട്ടിൽ തട്ടുകട, നമ്മുടെ തട്ടുകടയിൽ ദോശയും ബീഫും ചമ്മന്തിയൊക്കെ അല്ലേ കിട്ടുന്നത്. ഇവിടെ അതൊന്നുമല്ല, കൊറിയൻ ഫുഡ് കിട്ടുന്ന ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അങ്ങനെ വേറൊന്നും നോക്കിയില്ല, അതിലോട്ട് വലിഞ്ഞിലിന്ന് കയറി ഞാനും ഒപ്പായും കൂടെ. അങ്ങനെ ഒപ്പ ഈ ഫിഷ് കേക്ക് 2-3 കഴിച്ചു. 2-3 അല്ല, 5-6 ഒക്കെ കഴിച്ച്. പിന്നെ ഞാൻ ഒരു നമ്മുടെ കാനഡ ട്യൂന വെച്ചിട്ടുള്ള ഒരു കിംബപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇവിടുത്തെ കിംബപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ തൊപ്പോക്കിയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തൊപ്പോക്കി ഒരു പീസ് മാത്രമേ കഴിച്ച് നോക്കിയുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഇത് ഓൾ പർപ്പസ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒപ്പം വീണ്ടും കഴിച്ചിട്ട് നിർത്തില്ല. ഇനി നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.